നമസ്കാരം. മലയാളപ്പുഴ ഭഗവതിയമ്മൻ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് വളരെ കാലമായി വിചാരിക്കുന്നു. ഇപ്രാവശ്യം ഈ വിഷുക്കാലം ഇതിനായി ചെലവിടണമെന്ന് ഉറപ്പിച്ചു. രാവിലെ 7 മണിക്ക് പാലക്കാട് നിന്ന് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ പെരുമ്പാവൂർ മൂവാറ്റുപുഴ റൂട്ടിലുള്ള കീഴിലം മഹാദേവ ക്ഷേത്രത്തിലിറങ്ങി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രം ശബരിമല അയ്യപ്പന്മാരുടെ ഇടത്താവളം കൂടിയാണ്. ഗരൻ എന്ന അസുരൻ പ്രതിഷ്ഠിച്ചതാണ് ഇവിടെയുള്ള ഭഗവാനെ. ഭഗവാന്റെ നാമം പെരുന്തൃക്കോവിലിയപ്പൻ. ദക്ഷയാഗത്തിൽ ആത്മാഹുതി ചെയ്ത സതീദേവിയുടെ വിയോഗത്താൽ ശ്രീപരമേശ്വരൻ ഉഗ്രമൂർത്തിയായി വന്നമർന്ന സ്ഥലമാണിതെന്നാണ് ഐതിഹ്യം. അതിനാൽ തന്നെ ഭഗവാനെ അന്വേഷിച്ച് നന്ദി പോയതിനാൽ ഇവിടെ നന്ദിയോ ഭഗവതിയോ ഇല്ല. തമിഴ്നാട്ടിലുള്ള ബിരാൻമല പോലെ നന്ദിയില്ലാത്ത കേരളത്തിലെ ഏക ശിവക്ഷേത്രം എന്നൊരു ഖ്യാതിയും ഏകദേശം 2000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്ന കിഴക്ക് ദർശനമായ ഈ ക്ഷേത്രത്തിനുണ്ട്. പ്രധാന പ്രതിഷ്ഠ കൂടാതെ വിനായകർ, ശാസ്താവ്, രക്ഷസ് എന്നിങ്ങനെയുള്ള കുറച്ച് ഉപപ്രതിഷ്ഠകൾ മാത്രമാണ് മനോഹരമായ കൊടിമരത്തോടെ കേരളീയ താന്ത്രിക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിലുള്ളത്. കാര്യസിദ്ധിക്കായി ചതുശതം എന്ന വഴിപാടാണ് പ്രശസ്തിയാർജിക്കുന്നത്. ക്ഷേത്രത്തിൽ 3 കാല പൂജകളും ശീവേലിയുമാണ് അനുഷ്ഠിക്കുന്നത്. ക്ഷേത്രവൃക്ഷം ചെമ്പകവും ക്ഷേത്രതീർത്ഥം ക്ഷേത്രക്കിണറുമാണ്. ക്ഷേത്രം രാവിലെ 7 മണി മുതൽ 11 വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയും തുറന്നിരിക്കും. ചതുശതം വഴിപാടിന്റെ പ്രസാദം ദൈവാനുഗ്രഹത്താൽ സ്വല്പം സേവിക്കാൻ പറ്റി. 125 തേങ്ങ ഇടിച്ചു പിഴിഞ്ഞുണ്ടാക്കിയ തേങ്ങാപ്പാലിലാണ് നിവേദ്യമായി ഈ പായസം ഉണ്ടാക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മലയാളപ്പുഴയിലേക്ക് പോകേണ്ടതിനാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാനെന്ന പ്രസാദം നിരസിക്കേണ്ടി വന്നതിൽ മനപ്രയാസം അനുഭവപ്പെട്ടു. ക്ഷേത്രത്തിൽ കുറച്ചുനേരം പ്രാർത്ഥിച്ച ശേഷം കോട്ടയം വഴി മലയാളപ്പുഴയിലേക്ക്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ ദൂരത്താണ് മലയാളപ്പുഴ ഭഗവതി ക്ഷേത്രം. ദാരുകവധത്തിനു ശേഷം രൗദ്രഭാവത്തിലുള്ള ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസം. ഭാരതത്തിലുടനീളമുള്ള 108 ദുർഗാലയങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ആദ്യകാലത്ത് ആദിവാസി ഗോത്രവർഗ്ഗക്കാരാൽ പൂജിക്കപ്പെട്ട ദേവിയാണിതെന്നും വിശ്വാസമുണ്ട്. 3000 വർഷങ്ങൾക്ക് മുമ്പ് എടത്തിട്ട എന്ന സ്ഥലത്ത് കുടികൊണ്ടിരുന്ന ദേവിയെ ഒരു താന്ത്രികൻ തന്റെ മന്ത്രശക്തിയാൽ ആവാഹിച്ച് പഞ്ചം കൊണ്ട് വലയുകയായിരുന്ന മലയാളപ്പുഴയിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന് സ്വല്പം ദൂരത്തായി ദേവിയുടെ മൂലസ്ഥാനവും ഉണ്ട്. വേറൊരു ഐതിഹ്യപ്രകാരം തിരുവിതാംകൂറിലുള്ള ദേവി ഭക്തന്മാരായ 2 നമ്പൂതിരിമാർ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തി ഭജനമിരുന്നെന്നും അവരുടെ ഭക്തിയിൽ സംപ്രീതിയായ ഭഗവതി അവരുടെ സന്തത സഹചാരിയായ വിഗ്രഹത്തിൽ കുടികൊണ്ട് മലയാളപ്പുഴയിൽ തന്നെ പ്രതിഷ്ഠിക്കണമെന്നാവശ്യപ്പെട്ട് സ്വയം തെരഞ്ഞെടുത്ത സ്ഥലമാണ് മലയാളപ്പുഴ എന്നാണ് പറയുന്നത്. സമയം രാത്രിയായതിനാൽ ദേവി കാളിഭാവത്തിലേക്ക് മാറിയത്രേ. അതിനാൽ തന്നെ കൊല്ലൂർ മൂകാംബിക ദേവി ചൈതന്യം തന്നെയാണ് മലയാളപ്പുഴ അമ്മ എന്നാണ് വിശ്വാസം. മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ് മലയാളപ്പുഴ ഭഗവതി എന്നത് സ്വന്തം അനുഭവത്തിൽ നിന്ന് നിഷ്പ്രയാസം പറയാവുന്ന കാര്യമാണ്. മലയാളപ്പുഴ ക്ഷേത്ര മുൻവശത്തായി ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ധാരാളം സൗകര്യങ്ങളും ദൃഷ്ടിദോഷം മാറാൻ ഭക്തർ വെറ്റിലയും പാക്കും പുകയിലയും വെച്ച് പ്രാർത്ഥിച്ച് തേങ്ങ ഒടിക്കുന്ന മലയമാട സ്വാമി പ്രതിഷ്ഠയുമുണ്ട്. മുഖമണ്ഡപം, നമസ്കാര മണ്ഡപം, ബലിപീഠം, കൊടിമരം, പുസ്തകക്കട, ആത്മീയ കലാപരിപാടികൾക്കായി മണ്ഡപം എന്നിവ ഉൾക്കൊള്ളുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന ഗർഭഗൃഹത്തിൽ ശ്രീഭദ്രകാളി മലയാളപ്പുഴ അമ്മ എന്ന നാമത്തിൽ 5.5 അടി ഉയരത്തിലുള്ള കടും ശർക്കര യോഗ പ്രതിഷ്ഠയാണ്. ക്ഷേത്രത്തിൽ മുഹൂർത്തി പ്രതിഷ്ഠയും ബാലഗണപതിയും നാഗർ പ്രതിഷ്ഠയും യക്ഷിയമ്മയും എപ്പോഴും പൂത്തുനിൽക്കുന്ന കൊന്നമരത്തിനടിയിലായി സ്വയംഭൂ ശിവലിംഗ പ്രതിഷ്ഠയുമുണ്ട്. ഈ ശിവലിംഗം വളരുന്നുണ്ടെന്നാണ് ഭക്തജനഭാഷ്യം. വിനായക ചതുർത്ഥി, ശിവരാത്രി, നവരാത്രി, കുംഭമാസത്തിലെ തിരുവാതിര, മകരപ്പൊങ്കൽ, ചൊവ്വ വെള്ളി ദിവസങ്ങൾ ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. ശർക്കര തൂണിയരി, വെള്ളത്തൂണിയരി പായസ വഴിപാടുകളും ചതുശതം വഴിപാടും ഇവിടെ പ്രധാനപ്പെട്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം. 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ക്ഷേത്രം രാവിലെ 5 മണി മുതൽ 12:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയും തുറന്നിരിക്കും. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂർ 30 കിലോമീറ്റർ. മലയാളപ്പുഴ ക്ഷേത്രത്തിൽ അധികം തിരക്കില്ലാത്തതിനാൽ വേഗം ക്ഷേത്ര ദർശനം കഴിഞ്ഞു. ഇനി തിരുവാറന്മുളയപ്പന്റെ അടുത്തേക്ക്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും 15 കിലോമീറ്റർ ദൂരത്തിൽ വള്ളംകളിക്കും വള്ളസദ്യയ്ക്കും വാൽക്കണ്ണാടിക്കും പേരുകേട്ട പുണ്യനദിയായ പമ്പയുടെ തീരത്താണ് തിരു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. 108 ദിവ്യദേശങ്ങളിൽ ഒന്നായ 12 ആഴ്വാർമാർ മംഗളാശാസനം പാടിയ ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥി എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. പഞ്ചപാണ്ഡവന്മാരിൽ അർജുനൻ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. ഇവിടെ ഭഗവതിയുടെ നാമം പത്മാസിരിത്തായാർ. നല്ല ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ വടക്ക് പ്രവേശന കവാടത്തിലേക്ക് കയറുവാൻ 57 പടികളും കിഴക്കിലേക്ക് 18 പടികളുമുണ്ട്. കേരളീയ താന്ത്രിക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കോവിലിന്റെ മുൻവശത്ത് കൊടിമരത്തിനടുത്തുള്ള ഒരു വ്യാളി ശില്പത്തിന്റെ വായ്ക്കുള്ളിൽ തിരു ഉത്തരഘോഷമംഗ ക്ഷേത്രത്തിലേതുപോലെ പുറത്തെടുക്കാൻ പറ്റാത്തൊരു ഗോളമുണ്ട്. ഇതിനുള്ളിൽ തൊട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം എന്നതാണ് ഭക്തന്മാരുടെ ഭാഷ്യം. ശബരിമല ശാസ്താവിന് ചാർത്താനുള്ള തങ്ക അങ്കി സൂക്ഷിക്കുന്ന പുണ്യക്ഷേത്രവും കൂടിയാണിത്. ഇവിടെയുള്ള ഭഗവാന്റെ വിശ്വരൂപ ദർശനം ജീവിത തടസ്സങ്ങൾ മാറ്റുമെന്നാണ് വിശ്വാസം. ബലരാമൻ, ശിവസന്നിധി, ഗണപതി, ശാസ്താവ് എന്നിങ്ങനെ ക്ഷേത്രത്തിൽ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. അഷ്ടമിരോഹിണി, വള്ളംകളി, വള്ളസദ്യ, ഗന്ധവന ദഹനം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ.
ക്ഷേത്രം രാവിലെ 5 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയും തുറന്നിരിക്കും. രാത്രിയായതിനാലും വിഷുത്തലേന്നായതിനാലും ക്ഷേത്രത്തിൽ തിരക്ക് കുറവായിരുന്നു. പമ്പാ നദിക്കരയിൽ ഒരല്പനേരം വിശ്രമിച്ച് ക്ഷേത്രത്തിൽ നിന്നിറങ്ങി പിറ്റേന്ന് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലേക്ക്. കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതും പഞ്ചപാണ്ഡവന്മാരും വേദവ്യാസരും പൂജിച്ച ഭഗവാനാണ് ഇവിടെയുള്ള ശിവഭഗവാൻ ഏറ്റുമാനൂരപ്പൻ. ഭഗവാൻ 8 രൂപത്തിൽ ദർശനം കൊടുത്ത സ്ഥലം എന്നതിനാലാണ് ഏറ്റുമാനൂർ എന്ന സ്ഥലനാമം വന്നത്. ഖരബ്രഹ്മ ഋഷിക്ക് ശാപമോചനം കിട്ടിയ സ്ഥലമാണിത്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. ശ്രീമൂലം ചിത്രതിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് ക്ഷേത്രത്തിൽ സ്വർണ്ണ കൊടിമരം പ്രതിഷ്ഠിച്ചത്. പ്രധാന സന്നിധിയിൽ ശിവഭഗവാൻ ഏറ്റുമാനൂരപ്പൻ എന്ന നാമത്തിൽ തൃക്കണ്ണോടെയുള്ള അല്പം ഉയരമുള്ള പ്രതിഷ്ഠയാണ്. തഞ്ചാവൂർ പെയിന്റിങ്ങുകൾ കൊണ്ട് വർണ്ണാഭമായ ഈ ക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തി, ഗണേശൻ, അയ്യപ്പൻ, ഭഗവതി എന്നിവർക്കും സന്നിധിയുണ്ട്. സാധാരണ ശിവക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് പുറമെ ഈ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ 7.5 പൊന്നാന ദർശനം ഭക്തരുടെ മനസ്സുകളിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുന്ന ഒന്നാണ്. വിഷു ദിവസമായതിനാൽ തിരക്കിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഭഗവാനെയും പ്രാർത്ഥിച്ച് ശീവേലിയും ദർശിച്ച് തിരുവരങ്ങിൽ നടക്കുന്ന കലാപരിപാടികളും കണ്ട് അവിടെ നിന്നിറങ്ങി. തിരിച്ചു വരുന്ന വഴി കീഴിലം മഹാദേവ ക്ഷേത്രത്തിലിറങ്ങി. നടയടച്ചെങ്കിലും ക്ഷേത്രത്തിൽ പ്രസാദ വിതരണം നടന്നുകൊണ്ടിരുന്നു. ക്ഷേത്ര അധികാരികൾ ഞങ്ങളെ തിരിച്ചറിഞ്ഞ് സ്നേഹപൂർവ്വം ഒരു വലിയ പാത്രം പായസം പ്രസാദമായി ഏൽപ്പിച്ചു. അങ്ങനെ വീട്ടിലുള്ളവർക്കും അയൽക്കാർക്കും കൂടി പ്രസാദം സേവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. വീണ്ടും പൊള്ളാച്ചി മാസാണിയമ്മൻ ക്ഷേത്രത്തിലേക്ക്. എപ്പോഴത്തെയും പോലെ അവിടെ തിരക്കിന് കുറവൊന്നുമില്ല. തങ്കമലർ അർച്ചനയ്ക്ക് ടിക്കറ്റ് എടുത്ത് ദേവിയോട് അപേക്ഷിക്കാനുള്ള പ്രാർത്ഥന പേപ്പറിൽ എഴുതി ദേവിക്ക് സമർപ്പിച്ച് നിറഞ്ഞ മനസ്സോടെ വീണ്ടും ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.